ഈ ചില സമയത്തൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പാകിസ്ഥാനോട് വല്ലാത്തൊരു സ്നേഹമുണ്ടാകും. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് എത്ര ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു, എത്ര യുദ്ധവിമാനം ഇന്ത്യക്ക് നഷ്ടമായി എന്നതാണ് ചോദിച്ചത്. കാരണം അതിന് പകരമായിട്ട് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നുവെങ്കിൽ, അതായത് നമ്മൾ പാകിസ്ഥാന്റെ ഏതൊക്കെ മേഖലകൾ അടിച്ചു തകർത്തു എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഭാരതത്തിനോട് ഒരു സ്നേഹമുണ്ട്, കോൺഗ്രസ് ശത്രുക്കളെയൊക്കെ വെറുക്കുന്നുവെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. കൃത്യമായി ഇന്ത്യയിലെ എത്ര സൈനികർ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കൊല്ലപ്പെട്ടു, നമുക്ക് എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായ ഒരു കണക്ക് രാഹുൽ ഗാന്ധി എടുത്ത് പാകിസ്ഥാന് കൊണ്ട് കൊടുക്കാനാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുമുള്ള, നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പാകിസ്ഥാനിലെ ഒരു മന്ത്രി രാഹുൽ ഗാന്ധിക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയതും, പാകിസ്ഥാനിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ഒരു ബോക്സ് നിറയെ മാമ്പഴങ്ങളൊക്കെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനിൽ നിന്നും അയച്ചു കൊടുത്തതൊക്കെ അതൊക്കെ വാർത്തയാണ്. ഇപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ചില നേതാക്കന്മാർ, അതായത് രാഷ്ട്ര വിരുദ്ധ നേതാക്കന്മാർ, ഭാരതത്തെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് കച്ചകെട്ടി ഇറങ്ങിയ ചില നേതാക്കന്മാർ, ഏകദേശം ഒരു 60ഓളം നേതാക്കന്മാർ നരേന്ദ്രമോദിക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടാമതൊരു ഓപ്പറേഷൻ സിന്ദൂർ തടയാനുള്ള കെൽപ്പ് പാകിസ്ഥാന് ഇല്ല. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇനി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭാരതം പാകിസ്ഥാനെ ഇനി ആക്രമിക്കരുത് എന്നാണ് ആ കത്തിലുള്ളത്. കാരണം ഒരു ഭാഗത്ത് പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിൽ ഷൗക്കത്ത് നവാസ് മീറിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ പട്ടാളവുമായി ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടത്തുകയാണ്. കൂടാതെ മറുഭാഗത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടെ ഒരു സംഘർഷം നടക്കുകയാണ്. ഇന്ത്യ ഒരൊറ്റ ഫോൺ കോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വിളിച്ചാൽ അഫ്ഗാനിസ്ഥാൻ ആ നിമിഷം പാകിസ്ഥാനിൽ കയറി അടിച്ച് തകർക്കും. മറുവശത്ത് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനും അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനും ഇന്ത്യക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. ഈ മൂന്നിന്റെ ഇടയിൽ കടന്ന് പാകിസ്ഥാൻ ആകെ തകർന്നുകൊണ്ടിരിക്കുന്നു. ആ വിഷമമാണ് സോണിയാഗാന്ധിക്കും ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക്, അതായത് ഇന്ത്യ മുന്നണിയിലെ ചില നേതാക്കന്മാർക്ക് അവർ പ്രകടിപ്പിച്ചത്. ഇവിടുത്തെ സാമ്പത്തികമായി ദയനീയമായ ഒരു അവസ്ഥയാണെന്നും സ്ത്രീകളെ ഉൾപ്പെടെ ഇറങ്ങിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാകിസ്ഥാൻ പട്ടാളത്തോട് പൊരുതാൻ പ്രേരിപ്പിച്ചത്. മറ്റൊരു ഭാഗത്ത് ബലൂച്ച് ആർമിയുടെയും തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാന്റെയും ജമാഅത്ത് ഉൾ അഹ്റാറിന്റെ അനുയായികൾ പാകിസ്ഥാൻ സർക്കാരിന് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. തുടർച്ചയായ സ്ഫോടന പരമ്പരകളാൽ പാകിസ്ഥാൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 1 പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധവും ജലം വിട്ടു നൽകില്ല എന്ന ഭീഷണിയും പാകിസ്ഥാനെ അങ്ങേയറ്റം തളർത്തിയിരിക്കുകയാണ്. ഇതിനിടെ മറ്റൊരു ഓപ്പറേഷൻ കൂടി, അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടം കൂടി ഉണ്ടായാൽ അത് ഇന്ത്യ നടത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ ചിഹ്ന ഭിന്നമായി പോകും, അല്ലെങ്കിൽ ഒന്നുകൂടെ തകർന്ന് തരിപ്പണമാകുമെന്നാണ് മോദിക്ക് അയച്ച കത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇതുകൊണ്ട് ഇന്ത്യയുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് നിന്നും പാകിസ്ഥാനെ രക്ഷിക്കാനും പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഉയർത്തി നിർത്താനും സോണിയാഗാന്ധിയും 60ഓളം രാഷ്ട്രീയ നേതാക്കന്മാരും ബുദ്ധിജീവികളും ഉൾപ്പെടെ ഒരു സംഘം തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് 1 സോണിയാഗാന്ധി, 2 മണിശങ്കർ, 3ാമത്തേത് മെഹബൂബ് മുഫ്തി, ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള 60 രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും മോദിക്ക് കത്തെഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയൊരു ഇന്ത്യ പാക് യുദ്ധം ഒഴിവാക്കണമെന്നാണ്. ഇതുവരെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അതിനെ ഒരിക്കൽ പോലും അപലപിക്കാത്തവരാണ് ഈ സംഘത്തിലെ 60 പേർ എന്നോർക്കണം. ഇപ്പോൾ പാകിസ്ഥാൻ ദുർബലമായ സമയത്ത് ഇന്ത്യയിൽ നിന്നും ഇനിയൊരു തിരിച്ചടി പാകിസ്ഥാന് താങ്ങാനാവില്ല എന്ന മനസ്സിലാക്കിയത് കൊണ്ട് ആ സമയത്താണ് പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇവർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം രാജ്യദ്രോഹികളാണ് ഇവരൊക്കെ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാകിസ്ഥാനോടുള്ള ഇന്ത്യക്കുള്ളിലെ രാഷ്ട്രീയ കരാറുകൾക്കുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ കൂറ് കാണിക്കുന്നവർ ഇത് കാണുമ്പോൾ ഇന്ത്യ ഞെട്ടുകയാണ്. അതായത് ഇന്ത്യയുടെ ചോറ് കഴിച്ചുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി സ്തുതി പാടുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനോട് രാഷ്ട്രീയ സ്നേഹം കാണിക്കുന്ന ഇവരൊക്കെ ഒരു സമയത്ത് രാജ്യത്തിന് തന്നെ വലിയൊരു തലവേദനയായി മാറും. സോണിയാഗാന്ധി പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഉയർത്താനുള്ള ശ്രമമാണ് നടത്തിയത്. പശ്ചിമേഷ്യയിൽ ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനും ഒരു ശ്രമം ഇവർ നടത്തിയിരുന്നു. ആ ഒരു പ്രതിച്ഛായ ഇല്ലാതായെന്നും പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഉയർന്നുവെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. ഇറാനുമായുള്ള ചർച്ചകളിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയത് ട്രംപിന്റെ തന്ത്രമാണെന്ന് എല്ലാവർക്കും അറിയാം.
ഇന്ത്യയും അതായത് ഇന്ത്യയുടെ പ്രാധാന്യം കുറച്ചു കാണിക്കാനായിരുന്നു ട്രംപ് ഇത് ചെയ്തത്. പക്ഷേ അതിനെയാണ് സോണിയാഗാന്ധി പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഉയർന്നുവെന്ന് വിലയിരുത്തിയത്. പാകിസ്ഥാന് പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ പ്രാധാന്യം വർദ്ധിച്ചെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. പക്ഷേ ഇത് തെറ്റാണ്. ഇറാൻ, UAE, ഒമാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള മതിപ്പ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി സോണിയാഗാന്ധിക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പാകിസ്ഥാനോടുള്ള എത്രത്തോളമുള്ള സ്നേഹം അത് എത്രത്തോളം ഉണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്.